കാസർഗോഡിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡിട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മെഡിട്രാക്കിൽ നമുക്ക് അതിഥിയായിട്ടുള്ളത് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ആരതി രാകേഷാണ്. മാം വെൽക്കം. താങ്ക് യു. ഇന്ന് മെഡിട്രാക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് കോസ്മെറ്റിക് പ്രൊസീജിയറെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആക്ച്വലി ഈ കോസ്മെറ്റിക് റിലേറ്റഡ് ആയിട്ട് എന്ന് വെച്ചാൽ നമുക്ക് പൊതുവേ മനുഷ്യരുടെ സൗന്ദര്യവർദ്ധക അല്ലെങ്കിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്നാണ് പൊതുവേ ഒരു ധാരണ പൊതുസമൂഹത്തിന്. ആക്ച്വലി ഈ കോസ്മെറ്റിക് പ്രൊസീജിയർ പ്രധാനപ്പെട്ട ഒരു ഡിസീസ് റിലേറ്റഡ് ആയിട്ടല്ല എന്നുള്ളൊരു അതാണോ, അതല്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് സൗന്ദര്യവർദ്ധനം മനുഷ്യരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രൊസീജിയറാണോ, അത് ഏത് തരത്തിലാണ് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല? അത് രണ്ട് തരത്തിലുമാണ്. അതായത് അതിൻ്റെ ഒരു കോസ്മെറ്റിക് ആസ്പെക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനും അതുകൂടാതെ തന്നെ അതൊരു ഡിസീസിനല്ല ട്രീറ്റ് ചെയ്യുന്നത്. ഒരു മനുഷ്യനിലുള്ള ആ ഒരു ബ്യൂട്ടീൻ്റെ കോൺസെപ്റ്റ്സ് വ്യതിചലിച്ചു കൊണ്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു ശരീരഭാഗങ്ങൾ അതിനെ കുറച്ചും കൂടി ഒരു ബ്യൂട്ടിക്ക് ഒരു പ്രൊപ്പോർഷൻ ഉണ്ടല്ലോ, അതിലേക്ക് മാക്സിമം അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിലും അതിലൂടെ പേഷ്യൻസിൻ്റെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്ന രീതിയിലും ഉദ്ദേശിച്ചിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്, ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സാണ് കോസ്മെറ്റിക് സർജറിയിൽ വരുന്നത്. ഓക്കെ. നമ്മളിപ്പോൾ മാം സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ പ്രൊപ്പോർഷൻ ഡീവിയേറ്റ് ചെയ്യുന്ന സമയത്ത് മനുഷ്യൻ്റെ ഇപ്പം ചില ഓർഗൻസിന് ചില പ്രൊപ്പോർഷൻ ഡീവിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിന് മനുഷ്യൻ്റെ ശരീരത്തിനുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. അതൊരു ഡിസീസിലേക്ക് പിന്നീട് നീങ്ങുമോ? പക്ഷേ ഈ ഒരു കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരു ഫങ്ഷണൽ പ്രോബ്ലം ഇല്ല. ഓക്കെ. ഇതിനൊരു ഒരു ഒരു പെർസെപ്ഷനിലുള്ളൊരു പ്രശ്നങ്ങളാണുള്ളത്. അതായത് ഒരു സൗന്ദര്യത്തിന് ഒരു വ്യതിചലിച്ചു കൊണ്ടുണ്ടാകുന്ന ഒരു സാധാരണ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് നിന്ന് മാറിയ ഒരു ഡിഫോമിറ്റി അല്ലെങ്കിൽ ഒരു ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ പല ഇതും പ്രസൻറ്റേഷനും വരുന്നത്. ഇതിൻ്റെ ഒരു ഫങ്ഷണൽ ബുദ്ധിമുട്ടുകൾ ഇതിലില്ല എന്നുള്ളതാണ് കാര്യം. ഓക്കെ മാം, നമ്മളിപ്പോൾ അങ്ങനെയെങ്കിൽ ഈ കോസ്മെറ്റിക് പ്രൊസീജിയറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രധാനപ്പെട്ട കോസ്മെറ്റിക് പ്രൊസീജിയർ ഏതൊക്കെയാണ്? നമ്മൾ കുറച്ച് ബ്രീഫായിട്ട് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന വൺ ഓഫ് ദി കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ലൈപ്പോസക്ഷൻ ആണ്. ലൈപ്പോസക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈപ്പോസക്ഷൻ മെഷീൻ ഉപയോഗിച്ചിട്ട് ബോഡിയിൽ എക്സസ് ആയിട്ട് വരുന്ന ഫാറ്റുകൾ അത് എവിടെ വേണമെങ്കിൽ ആവാം, അത് ചെസ്റ്റിലാവാം, ആബ്ഡമിനിലാവാം, ആക്സിലയിലാവാം, തൈസിലാവാം, എവിടെ ഫാറ്റ് ചിന്നേരിയയിലാവാം, ഫേസിലാവാം. ഈ രീതിയിൽ ഫാറ്റ് കൊഴുപ്പ് എക്സസ് ആയി വരുന്ന എവിടുന്നായാലും ഈ കൊഴുപ്പ് നീക്കം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ലൈപ്പോസക്ഷൻ എന്ന് പറയുന്നത്. അതൊരു ഈ ലൈപ്പോസക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് അതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണോ, അതെല്ലാം ഒരു മെഷീൻ ഉപയോഗിച്ച് സർജിക്കൽ പ്രൊസീജിയർ ആണ്, പക്ഷേ ഒരു കീ ഹോൾ പ്രൊസീജിയർ ആണ്. അതായത് എക്സ്റ്റേണൽ സ്കാർസ് കുറവായിരിക്കും. ഒരു കീ ഹോൾ വഴി നമ്മൾ ആക്സസ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം ആ ഫാറ്റും കൊഴുപ്പെല്ലാം നീക്കം ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ലൈപ്പോസക്ഷൻ. സാധാരണ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റൽ ജനറൽ സർജന് ചെയ്യാൻ പറ്റുമോ, അതല്ല ഇത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോസ്മെറ്റിക് സർജനൊക്കെ അല്ലെങ്കിൽ ജനറൽ സർജൻ നമ്മളിപ്പം ചില ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അതുപോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സർജറിയാണ് ഈ ഒരു കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് മെയിനായിട്ട് ഡീൽ ചെയ്യാറ്. കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു നോൺ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്, കൂടാതെ ഒരു സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഐ തിങ്ക് വിൽ റെസ്ട്രിക്ട് ടു സർജിക്കൽ പ്രൊസീജിയേഴ്സ്. അതായത് ലൈപ്പോസക്ഷൻ എന്ന് പറയുന്നത് ഒരു സർജിക്കൽ പ്രൊസീജിയറിലേക്ക് പ്രേക്ഷകർക്ക് ആ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അതിന്റെ ഒരു മെഷീനറി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ആദ്യം. അപ്പോൾ ബേസിക്കലി ലൈപ്പോസക്ഷൻ എന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ജസ്റ്റ് ലൈപ്പോസക്ഷൻ മെഷീൻ. ലൈപ്പോസക്ഷൻ മെഷീനിൽ നമുക്ക് ഒരു ആസ്പെക്ട് ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ ഈ കൊഴുപ്പിനൊന്ന് അലിയിക്കാൻ വേണ്ടിയിട്ട് ഫാറ്റ് ഒരു ബോഡി ടെമ്പറേച്ചറിൽ അതൊരു കുറച്ചൊരു സോളിഡിഫൈ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അത് നമുക്കൊന്ന് ലിക്വിഫൈ ചെയ്തിട്ട് നമുക്കത് സക്ഷൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതിനെ ലിക്വിഫൈ ചെയ്യുന്നതാണ് ആദ്യത്തെ പ്രൊസീജിയറാണ്. ദിസ് ആസ്പിറേഷൻ ഇൻഫ്യൂഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ദിസ് ഇൻഫ്യൂഷൻ ഫ്ലൂയിഡ് ആയിരിക്കും. അതായത് ഫാറ്റിനെ ലിക്വിഫൈ ചെയ്യാനുള്ള ട്യൂമിസൻ ഫ്ലൂയിഡ് നമ്മൾ ഇതിൽ വെച്ചിട്ട് ഈ ഒരു ബോട്ടിൽ നിറച്ചിട്ട് അത് നമ്മൾ പേഷ്യൻ്റെ ബോഡിയിലേക്ക് ആദ്യം ഏരിയയിലേക്ക്, ഇപ്പോൾ സപ്പോസ് ഗൈനക്കോമാസ്റ്റിയയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഗൈനക്കോമാസ്റ്റിയ ഉദ്ദേശിക്കുന്നത് ആണുങ്ങളുടെ ആ ഒരു ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റിലാണ് വൺ ഓഫ് ദി പ്രൊസീജിയേഴ്സ്. അതിൽ ചെയ്യുമ്പോൾ നമ്മൾ ബ്രസ്റ്റിലേക്ക് ആദ്യം ഇത് ഇൻഫ്യൂസ് ചെയ്ത് കയറ്റും. ഈ ഫ്ലൂയിഡ് ഫാറ്റിനെ ലിക്വിഫൈ ചെയ്തെടുക്കും. കാരണം ലിക്വിഫൈഡ് ഫാറ്റിനെ പല കാനിലാസ് ഉണ്ട്, വേരിയസ് സൈസ് ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഡെമോൺസ്ട്രേഷൻ വെച്ചത് 4 mm 3 mm ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാനില, ഇത് ഇൻഫ്യൂസിങ് കാനില ഉപയോഗിച്ചിട്ട്
പേഷ്യൻ്റെ ബോഡിയിലേക്ക് ഫ്ലൂയിഡ് ഇൻഫ്യൂസ് ചെയ്ത് കയറ്റും. ഇൻഫ്യൂസ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ നമ്മളതൊരു കുറച്ചൊരു ടൈം നമ്മളത് ആ ഒരു ഇതിന് വെയിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്യും. ദീസ് ആർ ലൈപ്പോസക്ഷൻ കാനുലസ്. ലൈപ്പോസക്ഷൻ കാനുലസ് പല സൈസസ് ഉണ്ട്, 5, 4, 3, 3.5. ഇത് ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട്, ചെറിയ കീ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ലൈപ്പോസക്ഷൻ ചെയ്തിട്ട് ആ ഫാറ്റെല്ലാം, ലിക്വിഫൈഡ് ഫാറ്റെല്ലാം തിരിച്ചെടുക്കും, സക്ഷൻ ചെയ്തെടുക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി സക്ഷൻ ചെയ്തിട്ട് ദിസ് പേഷ്യൻ്റ് സൈഡിലേക്ക് വരുന്നത്. ഇത് പേഷ്യൻ്റ് ഔട്ടായിട്ട് ദിസ് സെക്കൻഡ് കാനിസ്റ്റർ. സെക്കൻഡ് കാനിസ്റ്ററിലേക്ക് ഇതിൽ നിന്ന് മെഷീനിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഈ മെഷീനിലേക്കുള്ള കണക്ഷൻ വഴി ആണ് ലൈപ്പോസക്ഷൻ്റെ പവർ വരുന്നത്. അതിൻ്റെ പവറാണ് പേഷ്യൻ്റെ ബോഡിയിലെത്തുമ്പോൾ പവർ കൂടും. അപ്പോൾ ഏകദേശം ഒരു 700-760 ആ ഒരു രീതിയിൽ നമ്മൾ പവർ സെറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിത് ലൈപ്പോസക്ഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ ഇത് വെച്ച് സെക്ഷൻ ചെയ്യുന്നത് അതിനൊരു ടൈം ഡ്യൂറേഷൻ ഉണ്ടോ? ഫോർ എക്സാമ്പിൾ ഇത് വൺ ടൈം എങ്ങനെ ഇത് കണ്ടിന്യൂസ് ആണോ? ഒരു പെർട്ടിക്കുലർ പീരീഡ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സെക്ഷൻ ചെയ്യാം. അതായത് അണ്ടിൽ ആ ഫാറ്റ് കംപ്ലീറ്റ്ലി നമ്മൾ ദിസ് കോൾ ലൈപ്പോസ്കൾപ്റ്റിംഗ്. അതായത് നമ്മൾ ലൈപ്പോസക്ഷൻ വെച്ചിട്ട് ബോഡീനെ സ്കൾപ്റ്റ് ചെയ്തിട്ട് ബോഡീൻ്റെ ആ ഒരു ഷേപ്പ് ആ രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അത് എപ്പോഴും നമ്മുടെ ലൈപ്പോസ്കൾപ്റ്റിംഗ് നമ്മൾ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണോ അത്ര ആ ഒരു ലെവലിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒരു പേഷ്യൻറ്റിൻ്റെ ആ ഒരു ഫാറ്റിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ അത് ഡിപ്പെൻസ് അപ്പോൺ ആ ഫാറ്റിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കും നമ്മൾ ഈ പറയുന്ന ഈ പ്രൊസീജിയർ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഫോർ എക്സാമ്പിൾ നമുക്ക് വേണം ഹോൾ ബോഡി ലൈപ്പോസക്ഷൻ ചെയ്യാം. അത് ഫാറ്റിന്റെ എമൗണ്ട് വെച്ചിട്ട് അങ്ങനെയല്ല, ഫാറ്റിന്റെ എമൗണ്ട് എത്രയാണെങ്കിലും നമുക്ക് ലൈപ്പോസക്ഷൻ ചെയ്തിട്ട് എടുക്കാം. അത് ഒരു സിറ്റിംഗിൽ വേണോ മൾട്ടിപ്പിൾ സിറ്റിംഗ്സ് വേണോ നമുക്ക് സാധാരണ ഒരു ഗൈനക്കോമാസ്റ്റിയ പ്രൊസീജിയറിന് ഒരു 2.5 hours. ജനറൽ അനസ്തേഷ്യ ആ ഒരു ടൈം ഡ്യൂറേഷനിൽ ലൈപ്പോസക്ഷൻ മാത്രമല്ല, ലൈപ്പോസക്ഷനും അതിന്റെ ഗ്ലാൻഡ് എക്സസൈസ് ചെയ്യും. ഗൈനക്കോമാസ്റ്റിയയിൽ ഇപ്പോൾ 2 കോമ്പണൻസ് ഉണ്ടാവുക, ഫാറ്റും അതിൻ്റെ കൂടെ തന്നെ ഗ്ലാൻഡുലർ എൻലാർജ്മെൻറ്റും ഉണ്ടാവും. നമ്മൾ ഫാറ്റ് കൊഴുപ്പ് അത് നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രന്ഥി എടുത്ത് റിമൂവ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ചെയ്യുന്നത് ഈ എക്സസ് അതായത് നമുക്ക് പ്രത്യേകിച്ചും ഒരു 2 പ്രസവമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് വയറ് തൂങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിൽ അതിൻ്റെ ആ ഒരു ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലും ഈ പല കോമ്പണൻസ് ഉണ്ട്. അതിലൊരു കോമ്പണൻ്റ് ആണ് ലൈപ്പോസക്ഷൻ. നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്തിട്ട് ആ എക്സസ് ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട്, എസ്പെഷ്യലി ആ വേസ്റ്റിൻ്റെ ഷേപ്പും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാറ്റ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തതിന് ശേഷം മസിൽ ലാക്സിറ്റി, അതായത് മസിൽ ലൂസായിട്ടുള്ളവർക്ക് മസിൽസ് പ്ലൈക്കേറ്റ് ചെയ്തിട്ട് മസിൽസ് പഴയ ഒരു അതിൻ്റെ സ്ട്രെങ്ത്തിൽ മസിൽസിനെ കൊണ്ടുവന്നതിന് ശേഷം എക്സസ് ആയിട്ടുള്ള കൂടുതലായിട്ടുള്ള സ്കിന്ന്, മാംസം, ആ സ്കിൻ ഭാഗങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്യുന്നു. അതാണ് അബ്ഡോമിനോപ്ലാസ്റ്റി പ്രൊസീജിയർ. അതൊരു സർജിക്കൽ പ്രൊസീജിയർ അല്ലേ? അതും ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. ലൈപ്പോസക്ഷൻ ഇസ് വൺ ഓഫ് ദി കോമ്പണൻസ്. അതായത് അബ്ഡോമിനോപ്ലാസ്റ്റിന്റെ ഒരു കോമ്പണന്റ് ആണ് ലൈപ്പോസക്ഷൻ, ലൈപ്പോ അബ്ഡോമിനോപ്ലാസ്റ്റി. അതായത് കോംബോ രീതിയിൽ, അതായത് ഫസ്റ്റ് ഇത് ചെയ്തിട്ട് അതിനുശേഷം അപ്പോഴാണ് അതിന്റെ റിസൾട്ടും അതിന്റെ ഒരു ഷേപ്പും കുറച്ചും കൂടി ഒരു പെർഫെക്റ്റ് ആവുന്നത്. മാം പറഞ്ഞു ഇപ്പോൾ ഒരു സിറ്റിംഗിൽ ഇത് ലൈപ്പോസക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫാറ്റ് വീണ്ടും അക്യുമുലേറ്റ് ചെയ്യാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ ആ പേഷ്യന്റിന്റെ ആ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും എക്സസൈസ് ഫാറ്റ് പിന്നീട് അക്യുമുലേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അഡ്വൈസ് എല്ലാം നമ്മൾ പ്രീ ഓപ്പ് വിസിറ്റിലെ പേഷ്യന്റിനോട് ആ ഒരു ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. സാധാരണ രീതിയിൽ ഇപ്പം എന്തായാലും ഫാറ്റ് വീണ്ടും ക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ആ രീതിയിലെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ റിസൾട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. സാധാരണ ഇതിൽ റിക്കറൻസ് വരുന്നത് വളരെ അപൂർവമാണ്. കാരണം നമ്മൾ പേഷ്യന്റിനെ ഓൾറെഡി കൗൺസിൽ ചെയ്യല്ലോ, അങ്ങനെ ഒരു എക്സസ് ഫാറ്റ് ഡെപ്പോസിഷൻ അവോയ്ഡ് ചെയ്യാൻ പറയും. പിന്നെ അവർ ഓൾറെഡി മോട്ടിവേറ്റഡ് ആയിരിക്കും. അവരിങ്ങനെ ഒരു പ്രൊസീജിയർ വരുന്നതിന് മുമ്പ് തന്നെ അവർ ഓൾറെഡി ഡയറ്റും എക്സസൈസ് എല്ലാം ശ്രമിച്ചതിന് ശേഷമായിരിക്കും അവർ വരുന്നത്. അപ്പോൾ ഓൾറെഡി അവർ ആ ഒരു രീതിയിൽ മോട്ടിവേറ്റഡ് ആയിരിക്കും. പക്ഷെ എന്നിട്ടും അവർക്ക് ആ ഒരു എക്സസ് ഫാറ്റ് ലൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഭാഗങ്ങളാണ് നമ്മൾ ഈ പ്രൊസീജിയറിന് വേണ്ടിയിട്ട്. പ്രൊസീജിയർ ഇപ്പോൾ മാഡം പറഞ്ഞൊരു OT-യിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണല്ലോ. ഇതൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് എങ്ങനെയാണ് ഇതിൽ ആരൊക്കെയാണ്? അല്ല നമ്മളെ ടീമിൽ നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടാവും, അനസ്തെറ്റിസ്റ്റ് ഉണ്ടാവും, OT ടെക്നീഷ്യൻ ഉണ്ടാവും, സർജൻസും പ്ലാസ്റ്റിക് സർജനും അസിസ്റ്റന്റ് സർജനും ഉണ്ടാവും. ആ രീതിയിൽ പ്രൊസീജിയർ മുന്നോട്ട് പോകുന്നത്. ഇപ്പം നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത ലൈപ്പോസക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതൊക്കെ വെച്ച് ചെയ്യുന്ന നമ്മളിപ്പം ഈ കോസ്മെറ്റിക് പ്രൊസീജിയർ, അതർ കോസ്മെറ്റിക് പ്രൊസീജിയർ, ഈ ലൈപ്പോസക്ഷൻ തന്നെ വേറെ ഏരിയയിലെല്ലാം നമുക്ക് ചെയ്യാം. ആക്സിലറി ലൈപ്പോസക്ഷൻ, അതായത് ആക്സിലറി ഫാറ്റ് ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ആക്സിലയിൽ ഇങ്ങനെ സ്കിന്നും ഫാറ്റും ആയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന
അവസ്ഥ. അപ്പോൾ അതിലും നമ്മൾ ലൈപ്പോസെക്ഷൻ, സ്കിൻ ക്വാളിറ്റി നല്ലതാണെങ്കിൽ ലൈപ്പോസെക്ഷൻ മാത്രമായിട്ടോ. ഇവിടെ ഒരു സംശയം വരുന്നത്, കാരണം ലൈപ്പോസെക്ഷൻ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇത് സ്കിന്ന് തൂങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് ലൈപ്പോസെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഫാറ്റ് നമ്മൾ സെക്ഷൻ ചെയ്ത് എടുത്തു കഴിഞ്ഞു. പിന്നീട് അവിടെ ഒരു ഈ പറയുന്ന പോലെ ഒരു എലാസ്റ്റിക് എന്താ പറയുക, ഒരു സാഗിങ് സ്കിന്ന് പോലെ ഉണ്ടാവില്ല. അത് നമ്മൾ ലൈപ്പോസെക്ഷൻ മാത്രം വേണോ സ്കിൻ എക്സസൈസ് ചെയ്യണോ എന്നുള്ളത് പേഷ്യൻ്റെ സ്കിൻ ക്വാളിറ്റി അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. യൂഷ്വലി യങ് ഏജ് ഗ്രൂപ്പിൽ സ്കിൻ ക്വാളിറ്റി നല്ലതാണ്, സ്കിൻ ഇലാസ്റ്റിസിറ്റി നല്ലതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈപ്പോസെക്ഷൻ മാത്രമായിട്ടും പ്രൊസീജിയർ സക്സസ് ആയിരിക്കും. അതല്ല ഒരുപാട് സ്കിൻ ലാക്സിറ്റി കൂടുതലാണ്, നല്ല ഭയങ്കര ലൂസ് സ്കിന്നാണ്, അതിനൊരു ഇലാസ്റ്റിസിറ്റി കുറവാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ സ്കിൻ എക്സിഷനും കമ്പൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊരു അഡീഷണൽ സ്കാറിങ് വരും. സ്കാർസ് നമ്മൾ പരമാവധി അതിനെ നമ്മൾ കാമഫ്ലേജ് ചെയ്തിട്ട്, അതായത് അധികം വിസിബിൾ അല്ലാത്ത രീതിയിൽ ആ ഒരു രീതിയിലാണ് പ്ലേസ് ചെയ്യുക. അതായത് നമ്മുടെ ഉദാഹരണം നമ്മുടെ ക്രീസസിലേക്ക് നമ്മുടെ ആ ഒരു ഇടുക്കിലൊക്കെ സ്കാർ വരുമ്പോൾ അതത്ര വിസിബിൾ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കോസ്മെറ്റിക്കലി അലൈൻ ചെയ്തിട്ടാണ് അത് പ്ലേസ് ചെയ്യുന്നത്. അങ്ങനത്തെ സ്കാർസ് ആക്സിലയിൽ ചെയ്യാം. ഇതൊരു 1 day പ്രൊസീജിയറിൽ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്ര ദിവസം അങ്ങനെ 1 to 2 days നമുക്ക് ഡിസ്ചാർജ് പോകും. ഓക്കെ, കോസ്മെറ്റിക് പ്രൊസീജിയറിൽ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ശരീരത്തിന് പല അവയവങ്ങളുണ്ട്, നമ്മൾ നെക്സ്റ്റ് പിന്നെ കോസ്മെറ്റിക് പ്രൊസീജിയർ നമ്മളിപ്പോൾ ഫേഷ്യൽ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് പറയുമ്പോൾ വൺ ഓഫ് ദി കോമൺലി പെർഫോംഡ് ആണ് റൈനോപ്ലാസ്റ്റി. അതായത് മൂക്കിൻ്റെ അത് രണ്ട് രീതിയിലും, അത് ഷേപ്പിന് മാത്രമല്ല. ഈ റൈനോപ്ലാസ്റ്റി നമ്മൾ യൂഷ്വലി സെപ്റ്റോ റൈനോപ്ലാസ്റ്റി, സെപ്റ്റം അതായത് മൂക്കിൻ്റെ പാലത്തിനുള്ള വളവും അതിനോട് സംബന്ധിച്ച് DNS ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം ഉള്ളവർക്ക് അതിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന ഒരു നേസൽ ബ്ലോക്ക്, നേസൽ സിംറ്റംസ്, ആ സെപ്റ്റവും അതിൻ്റെ കൂടെ തന്നെ ഈ മൂക്കിൻ്റെ ഷേപ്പും രണ്ടും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെപ്റ്റോ റൈനോപ്ലാസ്റ്റി പ്രൊസീജിയർ കമ്പൈൻഡ് ആയിട്ടും ചെയ്യാം. അല്ലെങ്കിൽ റൈനോപ്ലാസ്റ്റി മാത്രമായിട്ട് ആ ഷേപ്പ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഉദാഹരണത്തിന് മൂക്കിൻ്റെ പാലം കുഴിഞ്ഞിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരുപാട് പൊങ്ങിയിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ടിപ്പിൻ്റെ ഷേപ്പ്, ഒരു സൈഡിലേക്ക് വളവ്, ഇങ്ങനത്തെ ഒക്കെ ഉള്ള പ്രൊസീജിയേഴ്സ് എല്ലാം റൈനോപ്ലാസ്റ്റിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, ചിലപ്പോൾ നമുക്കറിയാം ഇപ്പം ഫേഷ്യലായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു റൈനോപ്ലാസ്റ്റി നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രൊപ്പോർഷനേറ്റ് മൂക്കിൻ്റെ ഒക്കെ ആ ഷേപ്പ് ശരിയാക്കുന്നതിന്, അതോടൊപ്പം തന്നെ നമ്മൾ സാഗിങ് ചീക്സ് ഉണ്ടാവുമല്ലോ നമുക്ക് ഫോർ എക്സാമ്പിൾ. അത് ചില സമയത്ത് നമുക്ക് ഫിലിം സ്റ്റാറിനൊക്കെ നമ്മൾ മീഡിയയിൽ കണ്ടിട്ടില്ല, ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. ഫേഷ്യൽ റീജുവനേഷൻ ആണ്. അപ്പോൾ ഫേഷ്യൽ റീജുവനേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഏജിങ് ഫേസ് കറക്റ്റ് ചെയ്യാനുള്ള, ഏജിങ് ഫേസ് കറക്റ്റ് ചെയ്യാൻ നമ്മൾ ആ ഫേസിനെ അസസ് ചെയ്തിട്ട് അതിന് നോൺ സർജിക്കൽ മാർഗ്ഗങ്ങളും ഇഞ്ചെക്ടബിൾസിൻ്റെ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ യൂഷ്വലി നോൺ സർജിക്കൽ ആയിട്ട് ലേസർ റിജുവനേഷൻ ഉണ്ട്, പിന്നെ മൈക്രോ നീഡ്ലിംഗ് ഉണ്ട്, അങ്ങനെ നോൺ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊരു സെറ്റ്. അതുകൂടാതെ അത് ചെറിയ ചെറിയ ഒരു കറക്ഷൻസ് എല്ലാം പറ്റും. അതുകൂടാതെ മെയിൻ ബൾക്ക് വരുന്നത് ഇഞ്ചെക്ടബിൾസ് ആൻഡ് ബോട്ടോക്സ് ആണ്. ഇഞ്ചെക്ടബിൾസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഫാറ്റ് ഇഞ്ചെക്ഷൻ, ഫാറ്റ് നമ്മളെ കൊഴുപ്പ് ശരീരത്തിൽ അവൈലബിൾ ആയത് വയറിലുള്ള കൊഴുപ്പ് എടുത്തിട്ട് അത് ഫാറ്റ് ലൂസ് ചെയ്യുന്ന ഏരിയാസിൽ, അതായത് കുഴിഞ്ഞിരിക്കുന്ന ഏരിയാസിൽ, പ്രത്യേകിച്ച് മുഖത്തിൻ്റെ ഒരു അപ്പർ തേർഡ് ഭാഗങ്ങളിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്തിട്ട് കുറച്ചും കൂടി യൂത്ത്ഫുൾ അപ്പിയറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫാറ്റ് ഇഞ്ചെക്ഷൻ ചെയ്യും. കൂടാതെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വേറെ ഇഞ്ചെക്ടബിൾസ് ഉണ്ട്, അതായത് ഫില്ലേഴ്സ് എന്ന് പറയും. ഫില്ലേഴ്സ് എന്ന് പറയുന്നത് ഹൈലൂറോണിക് ആസിഡ് ഫില്ലേഴ്സ്, അങ്ങനെ പല ഫില്ലേഴ്സ് അവൈലബിൾ ആണ്. ഫില്ലേഴ്സ് ഇഞ്ചെക്ട് ചെയ്തിട്ടും മുഖത്തിൻ്റെ ആ ഒരു യൂത്ത്ഫുൾ അപ്പിയറൻസ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതുകൂടാതെ ബോട്ടോക്സ് ഉണ്ട്. ബോട്ടോക്സ് എന്ന് പറഞ്ഞാൽ മസിൽ കൂടുതൽ ക്രീസസ്, കൂടുതൽ ഉദാഹരണം നേസോലേബിയൽ ക്രീസ്, അതേപോലെ ഈ ഭാഗത്തുള്ള ക്രീസസ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബോട്ടോക്സ് ഈ മസിൽസിലേക്ക് ഇഞ്ചെക്ട് ചെയ്താൽ അതായത് ഫൈൻ ലൈൻസും കാര്യങ്ങളെല്ലാം ഡിസപ്പിയർ ചെയ്യും. അപ്പോൾ അതിൻ്റെ അടുത്ത നെക്സ്റ്റ് ലെവലിൽ വരുന്നതാണ് ഫേസ് ലിഫ്റ്റ് പ്രൊസീജിയർ. ഫേസ് ലിഫ്റ്റ് ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. റിസൾട്ട്സ് കുറച്ചും കൂടി പെർമനൻ്റ് ആണ്, വൺ ടൈം ആണ്, കുറച്ചും കൂടി എൻഹാൻസ്ഡ് റിസൾട്ടാണ്, കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആൻഡ് പെർമനൻറ്റ് ആൻഡ് കുറച്ചും കൂടി എക്സാജറേറ്റഡ് റിസൾട്ടാണ് ഫേസ് ലിഫ്റ്റിൻ്റെ. പക്ഷേ അതൊരു സർജിക്കൽ പ്രൊസീജിയറാണ്. സർജിക്കൽ പ്രൊസീജിയർ അതൊരു ഞാൻ എന്തുകൊണ്ട് ചോദിക്കുന്നത്, കാരണം നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഷേപ്പ് അതേപോലെ റിട്ടൈൻ ചെയ്യുന്ന രീതിയിലുള്ള, അതേപോലെ റിട്ടൈൻ ചെയ്യില്ല, കുറച്ചും കൂടി യൂത്ത്ഫുൾ ആക്കുകയല്ലേ നമ്മൾ ഉദ്ദേശം. നമ്മൾ ഉദ്ദേശം തന്നെ ആ ഷേപ്പിന്, അതായത് ആ ഷേപ്പിന് ഏജ് കാരണം മുഖത്തിൻ്റെ ഷേപ്പിൽ വന്ന വ്യത്യാസങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. ഞാൻ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്, നമുക്ക് സാധാരണ ഇത്തരത്തിലുള്ള പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫേസിലൊരു
പ്രൊപ്പോർഷനേറ്റ് ആയിട്ടൊരു പൊസിഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ മാം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആ കുറച്ചും കൂടി യൂത്ത് യങ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ അതായത് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ നമുക്ക് ആ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തന്നെ അത് വളരെ യാതൊരു ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല ആ പ്രൊസീജിയർ കഴിഞ്ഞാൽ. പ്രൊസീജിയർ നല്ലതായിരിക്കും, ഓക്കെ, റിസൾട്ട് നല്ലതായിരിക്കും, കുറച്ചും കൂടി യൂത്ത്ഫുൾ ആയിരിക്കും, പ്രൊപ്പോർഷനേറ്റ് കുറച്ചും കൂടി നല്ല പ്രൊപ്പോർഷനിലേക്ക് ഫേസിൻ്റെ സോഫ്റ്റ് ടിഷ്യൂസ് എല്ലാം കൊണ്ടുവരും. ആ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത സെറ്റ് ഓഫ് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ഫേസിലുള്ളത് ഒന്ന് ബ്ലെഫറോപ്ലാസ്റ്റി, അതായത് ഐലിഡ്സ്, ഐലിഡ് ബാഗ്സ്, ഐലിഡ് ക്രീസസ്, അതേപോലെ ഐലിഡ് സാഗിങ്, ടോസസ്. മാത്രമല്ല ഇവിടെ ഐലിഡിൻ്റെ അപ്പർ ഐലിഡിൻ്റെ മേലുള്ള കുഴികൾ, അത് കുറച്ചൊരു ഡീപ്പനിങ് എല്ലാം ഉണ്ടാവും. അതൊരു ഏജിങ്ങിന്റെ ഭാഗമായിട്ട് വന്ന കുറച്ച് ചേഞ്ചസ് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു. ഇപ്പോൾ ഐലിഡ് സാഗിങ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് അതൊരു അത്ര ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു പേഷ്യന്റിന് തോന്നുന്നൊരു പൊസിഷൻ. അതായത് ഇതെല്ലാം ഏജിങ്ങിന്റെ ഭാഗമായിട്ട്, അതായത് ഐസും ഐലിഡ്സും ആണ് വൺ ഓഫ് ദി മെയിൻ ഫാക്ടേഴ്സ് നമ്മുടെ ഫേസിന്റെ ഏജിങ്ങിൽ ഏറ്റവും അധികം അതിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഐലിഡ്സ് എന്നുള്ളത്. അതായത് ഐലിഡ് പഫിനെസ്. അപ്പോൾ ആ രീതിയിൽ അതെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറാണ് ബ്ലെഫറോപ്ലാസ്റ്റി. ഓക്കെ, ഇപ്പോൾ ചീക്സ് എന്നൊക്കെ പറയല്ലേ, ഇപ്പോൾ ചില ചിന്നൊക്കെ ഇങ്ങനെ കുറച്ച് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന അവിടെയൊക്കെ ഇല്ല ആ പ്രൊസീജിയറും അതും ഈ പറയുന്നത് പോലെ പ്രോമിനൻറ്റ് ചിന്നിന്, അതായത് ചിന്ന് അത് നമുക്ക് ബോണി പ്രൊസീജിയറായിട്ട് കമ്പൈൻ ചെയ്യേണ്ടി വരും. യൂഷ്വലി നമ്മൾ ബോണി പ്രൊസീജിയർ, അതായത് ബോണിനെ ജസ്റ്റ് ഒന്ന് സെറ്റ് ബാക്ക് ചെയ്തതിന് ശേഷം സോഫ്റ്റ് ടിഷ്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. ഓക്കെ, ഈ ഞാൻ നേരത്തെ ചോദിച്ച അതേ ഡൗട്ട് ഇവിടെ വരുന്നത്. ഇപ്പോൾ സാധാരണ ഒരു പേഷ്യൻ്റ് ഈ പ്രൊസീജിയറിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ പിന്നീട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് പലതിനും വരുന്നു. അല്ല, ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സിനൊന്നും ഇപ്പം മെയിൻലി ലൈപ്പോസക്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. ആ ലൈഫ് സ്റ്റൈൽ, അതായത് പിന്നീട് ഒരു എക്സസ് ഫാറ്റ് ഡെപ്പോസിഷൻ അവോയ്ഡ് ചെയ്യണം. ബാക്കി എല്ലാത്തിനും നമ്മളിപ്പം മീഡിയയിലൊക്കെ കാണുന്നത് സാധാരണ ഈ കോസ്മെറ്റിക് പ്രൊസീജിയറിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില നെഗറ്റീവായിട്ടുള്ള വാർത്തകളും വരാറുണ്ട്. കാരണം ചില പ്രൊസീജിയർ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് അല്ലെങ്കിൽ ഇപ്പോൾ PRP ചെയ്യുക, അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷത്തിൽ പലപ്പോഴും അത് ചെയ്യുന്ന രീതിയിലുണ്ടാകുന്ന ചില വ്യത്യാസം. ചിലപ്പോൾ അത് പ്രോപ്പർലി റെക്കഗ്നൈസ്ഡ് അല്ല. അതൊരു കോസ്മെറ്റിക് സർജൻ തന്നെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം ഉറപ്പിക്കേണ്ടത്. പല ക്ലിനിക്സുകളും ഇപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്ലിനിക് ബേസ്ഡ് സെറ്റപ്പിനെക്കാട്ടും കൂടുതൽ ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് സെറ്റപ്പിൽ ബാക്കി എല്ലാ പിന്നെ ഫെസിലിറ്റീസും ഉള്ളൊരു സെറ്റപ്പിൽ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് നമുക്ക് എപ്പോഴും റിലയബിൾ ആണ്. ഈ പ്രൊസീജിയേഴ്സ് എല്ലാം അതിൻ്റെ എല്ലാം കോംപ്ലിക്കേഷൻസ് വളരെ വളരെ കുറവാണ്. സാധാരണ നമ്മളങ്ങനെ ഒരു ഡേ ടു ഡേ അതിൽ കണ്ടുവരാറേ ഇല്ല. പക്ഷേ എന്നിരുന്നാലും ഇതെല്ലാം ഒരു അനസ്തീസിയ കൊടുത്തിട്ടും അങ്ങനെയെല്ലാം ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം ആയതുകൊണ്ട് ഏതൊരു പ്രൊസീജിയറിനും ഉണ്ടാവുന്ന ഒരു മൈനർ റിസ്ക് അത് ഇതിനുണ്ട്. ഒരു പേഷ്യൻ്റ് വരുന്ന നമുക്ക് പ്രത്യേകിച്ച് സർജിക്കൽ പ്രൊസീജിയറിലേക്കെല്ലാം പോകുമ്പോൾ അതൊരു കൗൺസിലിങ്ങിന് സാധാരണ ഒരു സർജിക്കൽ പ്രൊസീജിയർ കൗൺസിലിംഗ് വിധേയമാക്കാറുണ്ട് ഏത് പേഷ്യൻറ്റിന്. ഇപ്പം ഇങ്ങനെയുള്ള കേസിലും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റൈനോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് മാഡം ആ പേഷ്യൻറ്റിനെ അതിനെക്കുറിച്ച്, അതായത് ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ്, അത് കൃത്യമായിട്ട് അവർക്ക് അതിൻ്റെ ഒരു കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്? അതെ, ഡെഫിനറ്റ്ലി. പ്രീ ഓഫ് വിസിറ്റിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പേഷ്യൻ്റ് എക്സ്പെക്ടേഷൻസ് എന്താണ്, പേഷ്യൻ്റെ ഡിഫോമിറ്റി അസച്ച് നമ്മൾ വിലയിരുത്തും. ആദ്യം ഡിഫോമിറ്റി എന്താണുള്ളത്, പേഷ്യൻറ്റിൻ്റെ പെർസെപ്ഷൻ ഓഫ് ഡിഫോമിറ്റി, അത് നമ്മൾ കൂടുതൽ പേഷ്യൻറ്റ് സംസാരിച്ചിട്ട് അത് നോക്കും. പേഷ്യൻ്റ് എക്സ്പെക്ടേഷൻസ് നോക്കും. നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് എന്താണെന്നുള്ളത് പേഷ്യൻറ്റിന് പ്രീ ഓപ്പ് ആയിട്ട് തന്നെ നമ്മൾ വിശദീകരിച്ച് കൊടുക്കും. കൂടാതെ പേഷ്യൻ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീ ഓപ്പ് പോസ്റ്റ് ഓപ്പ് മുമ്പ് ചെയ്ത പ്രൊസീജിയേഴ്സിൻ്റെ പ്രീ ഓപ്പ് ആൻഡ് പോസ്റ്റ് ഓപ്പ് ഫോട്ടോസ് കാണിച്ചു കൊടുക്കും. പിന്നെ അതുകൂടാതെ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നീരും കാര്യങ്ങളെല്ലാം കുറച്ചൊരു 1 to 2 വീക്സ് അതിൻ്റെ ഒരു എഡീമ എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് പേഷ്യൻറ്റിനോട് പ്രീ ഓപ്പിനെ വിശദീകരിച്ച് കൊടുത്താൽ പേഷ്യൻറ്റിന് പോസ്റ്റ് ഓപ്പ് പീരീഡ് വളരെ സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, ഞാൻ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഡൗട്ടായിരിക്കും. നമ്മൾ ഈ ഫേസിലൊക്കെ ചില ആളുകൾക്ക് ഇങ്ങനെ സ്കാർ, അതായത് കുറച്ചും കൂടി തിക്നെസ്സിന് കൂടിയൊക്കെ സ്കാറൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മൾ നോർമലൊക്കെ കേസിൽ ബ്ലാക്ക് മോൾ എന്നൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന കാര്യം, വളരെ തിക്നെസ് ആയാലും സ്കാറൊക്കെ ഉണ്ടായി. അവിടെയൊക്കെ ഏത് തരം കോസ്മെറ്റിക് പ്രൊസീജിയറാണ് അപ്ലൈ ചെയ്യുന്നത്? സ്കാർസിൽ നമുക്ക് ഡീപ്പ് സ്കാർസ് ആണ്. ഒരു ലോങ് സ്റ്റാൻഡിങ് സ്കാർസ് ആണെങ്കിൽ സ്കാർ റിവിഷൻ ചെയ്യാം. അതിനെല്ലാം നല്ല റിസൾട്ടാണ്. സ്കാർ റിവിഷൻ ചെയ്യാം, ഫാറ്റ് ഇഞ്ചക്ഷൻ ചെയ്യാം. സ്കാർ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, സ്കാറിനെ റിജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാറ്റ് ഇഞ്ചക്ഷൻ ചെയ്യാം. അങ്ങനെ സ്കാറിനുള്ള സ്കാർ റിമോഡലിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, സ്കാർ റിവിഷൻ ഉണ്ട്. അതെല്ലാം ഓരോ ഇൻഡിവിജ്വൽ സ്കാർസിനെ അസസ് ചെയ്തിട്ട്
അതിൻ്റെ ഓരോ സ്കാർസിനും ഓരോ ഇതായിരിക്കുമല്ലോ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അസസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. മാം ഇപ്പോൾ ഈ റിജുവിനേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു യങ് ആയിട്ട് നിൽക്കുന്നത് അത് ഏതൊരാൾക്കും താല്പര്യമുള്ളൊരു കാര്യമാണ്, അതിന് വേണ്ടിയിട്ടുള്ള ചില ഈ പ്രൊസീജിയറിന് വരുന്നത്. അതുപോലെ ബോഡിയിൽ ഇപ്പോൾ റിജുവിനേറ്റിംഗ് പ്രൊസീജിയർ എവിടെയൊക്കെയാണ് സാധാരണ നമ്മളൊരു മനുഷ്യ ശരീരത്തിൽ എവിടെയൊക്കെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്? മെയിൻലി നമുക്ക് ഫേസ് തന്നെയല്ലേ നമ്മൾ റിജുവിനേറ്റ്, പിന്നെ നെക്ക്, അതായത് ഡബിൾ ചിന്ന് വരുന്നത് അങ്ങനെയെല്ലാം കറക്റ്റ് ചെയ്യാം. പിന്നെ ലിപ്പ് റിഡക്ഷൻ ചെയ്യുന്നവരുണ്ട്, ലിപ്പ് എക്സസ് ലിപ്പ് ഷോ ഒക്കെ ആയിട്ട് വെർമിലിയോൺ ഷോ കൂടുതലായിട്ട് ലിപ്പ് റിഡക്ഷൻ ചെയ്യുന്നവരുണ്ട്, ലിപ്പ് ഓഗ്മെന്റേഷൻ ചെയ്യുന്നവരുണ്ട്. ലിപ്പ് അതേപോലെ ഏതൊരു ശരീരത്തിന്റെ ഭാഗം, ഇപ്പം ബ്രസ്റ്റ് ആണെങ്കിൽ ബ്രസ്റ്റ് പ്രൊസീജിയേഴ്സ് വൺ ഓഫ് ദി കോമൺലി പെർഫോംഡ് ആണ്. ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ, ബ്രസ്റ്റ് റിഡക്ഷൻ സർജറീസ്, പിന്നെ അതേപോലെ പിന്നെ ശരീരത്തിലുള്ള ഭാഗങ്ങളെല്ലാം. ബ്രസ്റ്റ് ഓഗ്മെന്റേഷനിലേക്ക് വരികയാണ്, അതൊക്കെ ഒരു പിന്നെ മറ്റ് ഡിഫിക്കൽട്ടീസ് ബോഡിക്ക് ഉണ്ടാക്കുന്നുണ്ടോ? അത് അല്ല, അത് കേവലം ഒരു നേരത്തെ പറഞ്ഞ യൂഷ്വലി വളരെ, അതായത് റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ അസസ് ചെയ്തിട്ട് വളരെ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ വളരെ കുറവായിട്ടില്ല, റിസ്ക് കുറവും ബെനിഫിറ്റ് പേഷ്യൻറ്റിന് ഭയങ്കര കൂടുതലായിട്ടുള്ള പ്രൊസീജിയേഴ്സേ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സിന് എടുക്കാറുള്ളൂ. കാരണം ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളൊരു ഫങ്ഷണൽ പ്രോബ്ലത്തിനെക്കാട്ടും കൂടുതൽ നമ്മളൊരു കോസ്മെറ്റിക് പ്രോബ്ലം കറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ ആയതുകൊണ്ട് അത് വളരെ അധികം ബെനിഫിഷ്യലും വളരെ റിസ്ക് കുറവായിട്ടുള്ളതും മാത്രമേ ഈ ഒരു പ്രൊസീജിയേഴ്സിന് ഒന്നാമത് ഈ ഒരു പ്രൊസീജിയേഴ്സിൽ ആക്സെപ്റ്റബിൾ ആയിരിക്കുള്ളൂ. ഓക്കെ, ഈ ബ്രസ്റ്റ് ഓഗ്മെന്റേഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ബ്രസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇപ്പം ഫീഡിങ്ങിനൊക്കെ അത് പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ, അതായത് ബ്രസ്റ്റിൻ്റെ ഉള്ളിൽ, അത് മസിലിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ മസിലിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇതൊരു ബ്രസ്റ്റിന്റെ ഒരു നോർമൽ ഫംഗ്ഷനെ അത് സിലിക്കോൺ മെറ്റീരിയൽ, അതായത് ബയോ ഇനേർട്ട് ആയിട്ടുള്ള ശരീരത്തിലേക്ക് അങ്ങനെ യാതൊരു റിയാക്ഷൻ വളരെ കുറവായിട്ടുള്ളൊരു മെറ്റീരിയലാണ് സിലിക്കോൺ. അതിലുപരി ബ്രസ്റ്റ് റിഡക്ഷൻ സർജറീസ് പെർഫോം ചെയ്യുന്നുണ്ട്. ബ്രസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് അതൊരു കോസ്മെറ്റിക് പ്രൊസീജിയറിലുപരി അതൊരു ഫങ്ഷണൽ ഒരു കറക്ഷനും കൂടി ഉണ്ട്. ബ്രസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ബ്രസ്റ്റിൻ്റെ സൈസ് കൂടി അതിൻ്റെ പിന്നെ ഭാരം കൂടിയിട്ട് പേഷ്യൻറ്റ് നെക്ക് പെയിന്, ബാക്ക് പെയിന്, ആ രീതിയിലെല്ലാം പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ബ്രസ്റ്റ് റിഡക്ഷൻ പ്രൊസീജിയർ അവർക്ക് ഭയങ്കര റിലീഫാണ്. ഈവൻ നമുക്ക് പേഷ്യൻസ് ഉണ്ടായിരുന്നുണ്ട് ഈ ബ്രസ്റ്റ് വോളിയം, ബ്രസ്റ്റ് എക്സസ് കാരണമാണ് അവർക്ക് പലപ്പോഴും ഇത് തിരിച്ചറിയുന്നില്ല, ഈ ഒരു ബാക്ക് പെയിൻ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് പലപ്പോഴും ഈവൻ ഡോക്ടേഴ്സിന് തന്നെ നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്ത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. നെക്ക് പെയിന്, ബാക്ക് പെയിന്, ഈവൻ വീൽ ചെയർ ബൗണ്ട് ആയിട്ടുള്ള പേഷ്യൻ്റ് ബ്രസ്റ്റ് റിഡക്ഷൻ കഴിഞ്ഞിട്ട് അവരെ പതുക്കെ മൊബിലൈസ് ചെയ്തെടുത്ത സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു കോസ്മെറ്റിനേക്കാളും കൂടുതൽ ഫങ്ഷണൽ ഇതും കൂടി അതിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രൊസീജിയേഴ്സ് കുറച്ച് അങ്ങനത്തെ ഉണ്ട്. ഓക്കെ മാം, ഇപ്പോൾ ഇവിടെ കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിൽ ഇപ്പം മാം എക്സ്പ്ലെയിൻ ചെയ്ത കോസ്മെറ്റിക് പ്രൊസീജിയർ ഇതൊക്കെ കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിൽ മാഡത്തിൻ്റെ അണ്ടറിൽ ചെയ്യുന്നുണ്ട്? അതെ, ഇതെല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ ഇവിടെ കോസ്മെറ്റിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കോസ്മെറ്റിക് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ആക്ച്വലി പേഷ്യന്റിനെ, നമ്മുടെ ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട് ഡോക്ടർ അപർണ, പിന്നെ സർജിക്കൽ ഹെൽപ്പിന് ഞാനും. അപ്പോൾ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പേഷ്യന്റിന് വരുമ്പോൾ പേഷ്യന്റിനെ അസസ് ചെയ്യും. അതായത് പേഷ്യന്റ് പ്രോബ്ലം ഇതെല്ലാം അസസ് ചെയ്തിട്ട് അവർക്കൊരു നോൺ സർജിക്കൽ ആയിട്ടുള്ള സിമ്പിൾ ഓപ്ഷൻസ് ആണോ അവർക്ക് നല്ലത്, അതോ ഒരു കുറച്ച് കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അത് അതിനൊരു സർജിക്കൽ കറക്ഷൻ ആയിരിക്കുമോ ബെറ്റർ എന്നുള്ളത് അസസ് ചെയ്തിട്ട് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് പേഷ്യന്റിന് ആ ഒരു നമ്മൾ ടീമായിട്ട് നമുക്ക് ആ ഒരു കെയർ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ സൺറൈസിലുള്ള ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് ലേസർ മെഷീൻസ് എല്ലാം ഉണ്ട്, ലേസർ മെഷീൻസ് ഉണ്ട്, PRP അവൈലബിൾ ആണ്, ഹെയർ ട്രാൻസ്പ്ലാന്റ്, ബാക്കി സർജിക്കൽ ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടും കോസ്മെറ്റിക് സർജൻ എന്നുള്ള രീതിയിൽ എൻ്റെ സൈഡിൽ നിന്നും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ PRP ഇപ്പോൾ മാം പറഞ്ഞത്, PRP എന്നത് നമ്മൾ സാധാരണ ബോഡിയിൽ ഇപ്പോൾ സാധാരണ നമുക്ക് ഹെയർ റിമൂവ്, സാധാരണ ഹെയർ ഫാളിൻ്റെ കേസിൽ അങ്ങനെയുള്ള പേഷ്യൻറ്റിന് PRP ചെയ്യുന്നുണ്ട്. ആക്ച്വലി PRP പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യല്? നമ്മുടെ ബ്ലഡ് തന്നെ എടുത്തിട്ട് അതിനെ PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് റിച്ച് ആക്കിയിട്ട് നമ്മളത് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് പ്ലേറ്റ്ലെറ്റ്സ് മാത്രം എടുത്തിട്ട് അതിനെ നമ്മൾ കുറച്ച് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാവും, അത് നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഹെയർ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിനെയും കാര്യങ്ങൾക്കെല്ലാം അത് സഹായകമാകും. സാധാരണ എത്ര സിറ്റിംഗ് ഉണ്ടാവും അത് എത്ര സിറ്റിംഗ് വേണമെങ്കിൽ, അതായത് ഡിപ്പെൻസ് നമ്മളെ പേഷ്യൻ്റെ റെസ്പോൺസ് എല്ലാം ചെയ്തിട്ട് അതെ അങ്ങനെ പല സിറ്റിങ്ങുകളിലായിട്ട് കൊടുക്കാം. പിന്നെ പേഷ്യൻ്റെ ആവശ്യമനുസരിച്ച്
ഓക്കെ വൺ മോർ തിങ് മാഡം ഒന്ന് മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഞാൻ അതിലേക്കും കൊടുക്കുന്നത്. ഇപ്പോൾ എയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന ഒരു മേഖലയും കൂടിയാണ്. കാരണം ഈ പറയുന്ന പോലെ ഈ ബ്യൂട്ടി പാർലറിൽ പോലും അത് ചെയ്ത് കൊടുക്കുന്നു, അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന വളരെ ഭയാനകമായ കോംപ്ലിക്കേഷനും അതിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രൊസീജിയർ അതും ഒന്ന് പ്രേക്ഷകർക്ക് ഒന്ന് ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ അതെങ്ങനെ, അത് ഏതൊക്കെ പേഷ്യൻ്റാണ് വിധേയമാക്കാൻ പറ്റുന്നത്? അത് നമ്മുടെ അതായത് കഷണ്ടി വരുന്ന അലോപേഷ്യ വരുന്ന പേഷ്യൻസിന് സാധാരണ നമുക്ക് പുറകിലുള്ള ഹെയർസ് നമുക്ക് ഫോളോ ചെയ്യാത്ത ഹെയർ ആണ്. ബാക്കിൽ കുറച്ച് ഹെയർ വേണ്ടി വരും അല്ലേ? ഓക്കെ. എന്നിട്ട് അപ്പോൾ ആ ബാക്കിലെ ഹെയർസ് എടുത്തിട്ട് നമുക്ക് പിന്നെ ഫ്രണ്ടിലേക്ക് ഇംപ്ലാന്റ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് ഹെയർ ലൈൻ നമ്മൾ പ്രപ്പോസ്ഡ് ഹെയർ ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഹെയർ ലൈനിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഹെയർ ഫോളിക്കിൾസ് ഇംപ്ലാന്റ് ചെയ്ത് വെക്കും, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെക്കും. അത് വൺ സിറ്റിംഗ്, അതായത് ആ പ്രൊസീജിയറിന്റെ വൺ സിറ്റിംഗിൽ ചെയ്യാം. മോർ ദാൻ വൺ സിറ്റിംഗ്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വൺ സിറ്റിംഗിൽ തന്നെ ചെയ്യുന്നവരുണ്ട്. അത് എത്ര ടൈം അത് ഡിപ്പെൻഡ്സ്, നമുക്ക് എത്ര ഫോളിക്കിൾസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണല്ലോ റിസൾട്ട് അതിനനുസരിച്ച് കിട്ടും. ഓക്കെ മാം. കാസർഗോഡ് വിഷൻ്റെ മെഡിട്രാക്കിൻ്റെ ഈ എപ്പിസോഡ് ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. കോസ്മെറ്റിക് പ്രൊസീജിയറിനെ കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത്. കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു OT-യിൽ നിന്നാണ് ഇന്ന് മെഡിട്രാക്ക് ചിത്രീകരിച്ചത്. നമ്മുടെ ഉള്ളത് ഡോക്ടർ ആരതി മാം, കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജനാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്.